അടുത്ത വരുന്നത് നമ്മുടെ എക്സ്റ്റീരിയർ ബോഡി വാഷ്, നമ്മുടെ സ്റ്റീം വാഷ്, എക്സ്റ്റീരിയർ വാഷിംഗ് ആണ്. ഇപ്പോൾ എക്സ്റ്റീരിയർ വാഷിംഗ് വിത്ത് വാട്ടർ ആണ് വരുന്നത്. അതായത് എക്സ്റ്റീരിയർ സ്റ്റീമിങ് വിത്ത് വാട്ടർ വാഷാണ് വരുന്നത്. അതായത് നമുക്ക് വീലും വീലാർച്ചും, അതായത് ഇപ്പോൾ തന്നെ കാണാം നിങ്ങൾ വീലും വീലാർച്ചും ഒക്കെ നമ്മൾ ഡിഗ്രീസ് ചെയ്തിട്ട് വാട്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സ്റ്റീമിങ് വിത്ത് വാട്ടർ വാഷ് എന്ന് പറഞ്ഞ സംഭവം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റീമർ വെച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ പ്രഷർ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് നീറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ടറോട് അടിച്ചിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഡിഗ്രീസ് ചെയ്ത് വാട്ടർ അടിച്ച് വീലാർച്ച് നമ്മൾ ക്ലീൻ ആക്കുന്നത്. ബാക്കി നമ്മുടെ ബോഡിയും കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റീം ചെയ്ത് തന്നെ ക്ലീൻ ആക്കി എടുക്കും. നമുക്കിപ്പോൾ ഒപ്റ്റിമ സ്റ്റീമർ ആണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല പ്രഷർ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു അതുകൊണ്ടെങ്കിൽ വാട്ടർ വിത്ത് സ്റ്റീമിംഗ് എന്ന് പറയുന്ന സംഭവം വേണ്ടി വരില്ല, വളരെ കുറവാണ്. കാരണം അതിന് നല്ല പ്രഷറുള്ള ഒരു സ്റ്റീം മെഷീനാണ്. അപ്പോൾ നോർമലി നമ്മുടെ ചെറിയ സ്റ്റീം മെഷീനാണ് ഈ ഒരു വർക്ക് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഫസ്റ്റ് നമ്മൾ 4 വീലാർച്ചും നമ്മൾ ക്ലീൻ ആക്കുക, അതേപോലെ 4 ടയറും ഡിഗ്രീസ് ചെയ്ത് തന്നെ ക്ലീൻ ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ബോഡി സ്റ്റീം ചെയ്ത് നീറ്റാക്കി എടുക്കും. അപ്പോൾ നമ്മൾ വീലെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വീലും വീലാർച്ചും നമ്മൾ നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോഡിയിൽ നമുക്ക് സ്റ്റീം വാഷ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് സ്റ്റീമിൻ്റെയും വാട്ടറിൻ്റെയും അളവ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. രണ്ടും മാക്സിമത്തിൽ 2 ടോപ്പിലിട്ടിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. രണ്ടും സ്റ്റീമും വാട്ടറിൻ്റെയും അളവ് ഏറ്റവും ടോപ്പിലായിരിക്കണം. രണ്ടും നമുക്ക് ഇതിന് ഒരേപോലെ തന്നെ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോയിന്റിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരിടത്തേക്ക് നമ്മൾ ഒരിടത്തേക്ക് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് അടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്പോട്ടിൽ തന്നെ നമ്മൾ വൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് നേരത്തേക്ക് നമ്മുടെ ബോഡിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കംപ്ലയിൻസ് വരും. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ചൂട് നമ്മുടെ ബോഡിയിലേക്ക് അടിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പോയിന്റും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഈ മാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പോട്ടിൽ തന്നെ വൈപ്പ് ചെയ്യണം. നമ്മളൊരു നിശ്ചിത ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം നമ്മൾ ഇത് നമ്മുടെ സ്റ്റീം സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് അടുത്ത് വെക്കാനും പാടില്ല, അതുപോലെ റെസ്റ്റ് ആവാതിരിക്കുക. ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വർക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളിതിപ്പോൾ ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൈപ്പ് ചെയ്യും, സ്പോട്ടിൽ തന്നെ വൈപ്പ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വൈപ്പ് ചെയ്യുമ്പോൾ 1 സൈഡ് വൈപ്പ് ചെയ്യാവും. നമ്മളിപ്പോൾ ഒരു സൈഡിലേക്ക് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും വൈപ്പ് ചെയ്തെടുക്കരുത്. നമ്മൾ വൈപ്പ് ചെയ്യുമ്പോൾ 1 സൈഡ് വൈപ്പിംഗ് ആയിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ സ്ക്രാച്ചസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം 1 സൈഡ് വൈപ്പ് എങ്ങനെയാണ്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ സ്റ്റീം ചെയ്യുമ്പോൾ വൈപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ റണ്ണിംഗ് ബോർഡ് അല്ലെന്നുണ്ടെങ്കിൽ ഡോറിന് പകുതിക്ക് താഴോട്ട് മിക്കവാറുള്ള വണ്ടിക്കെല്ലാം നല്ല ചെളിയായിരിക്കും. ഇത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഈ ഒരു ഡോർ ക്ലീൻ ചെയ്തതിൻ്റെ ചെളിയാണ്. ഇത് വെച്ചിട്ട് തന്നെ പിന്നെയും നമ്മൾ പെയിൻറ്റ് പാർട്സിലോട്ട് വെച്ചിട്ട് നമ്മൾ വൈപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ക്ലോത്ത് നല്ല ചെളിയായിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് മാറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ നാണ്ട് ഈ ഒരു സൈഡിൽ ഇപ്പോൾ അഴുക്കില്ല. എനിക്ക് ഈ സൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ അടുത്തായിട്ട് ചെയ്യാം.